നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നമസ്കാരം സാർ. നമസ്കാരം സാർ, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസ് ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിരിക്കുകയാണ്. 1.5 ആഴ്ച കഴിയുന്നു. ഇപ്പോഴും അതേ തീവ്രതയിൽ തന്നെ നിൽക്കുന്നുണ്ട്. എന്നാൽ ചില ഒച്ചപ്പാടുകളൊക്കെ മാറുകയും ചെയ്തു. പക്ഷേ ഇതിൽ ആർക്കൊക്കെ നേട്ടമുണ്ട്? പ്രധാനമായും കോൺഗ്രസിൽ ആർക്കൊക്കെ നേട്ടമുണ്ട്, ആർക്കൊക്കെ കോട്ടമുണ്ട് എന്നുള്ളതാണ്. റിക്ടർ സ്കെയിലിൽ വലിയ തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എപ്പിസോഡ്. അത് റിക്ടർ സ്കെയിൽ 8.5 രേഖപ്പെടുത്തിയ വൻപൻ ഭൂകമ്പം കോൺഗ്രസ് പാർട്ടിയിലുണ്ടായി. ഈ തുടർ ചലനങ്ങളിൽ ആടി നിന്ന ചില കെട്ടിടങ്ങളെങ്കിലും താഴെ വീഴാം. ചിലതൊക്കെ ആടി ഉറച്ചു കഴിഞ്ഞു. ആരെല്ലാമാണ് ഉറച്ചത് എന്നും ആരെല്ലാമാണ് ഒരുപക്ഷെ ഗ്രാഫ് വല്ലാതെ തകർന്ന് താഴെ പോയത് എന്നും ഒരുപക്ഷെ പരിശോധിക്കുന്നത് നന്ന്. ഇവിടെ ഇതിൽ ഈ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരുവൻ വീഴുമ്പോൾ ഗൂഢമായി ഏറെ പേർ മന്ദഹസിക്കും. കാരണം ഒരുവൻ കട്ടിൽ ഒഴിഞ്ഞെങ്കിൽ മാത്രമേ അടുത്തയാളിന് സാധ്യതയുള്ളൂ എന്ന ഒരു യുക്തി. ഇവിടെ യൂത്ത് ലീഡേഴ്സ് ചിലരെങ്കിലും വലിയ സന്തോഷത്തിലാണ്. പക്ഷേ സന്തോഷിക്കാൻ വരട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന എ ഗ്രൂപ്പുകാരൻ ഒരുപക്ഷെ എ ഗ്രൂപ്പിൻ്റെ അണികളുടെ ഉൾപ്പെടെ സമ്മർദ്ദം അല്ലെങ്കിൽ സഹായത്തോടു കൂടി KPCC യൂത്ത് കോൺഗ്രസ് പ്രസിഡൻ്റായി മാറിയപ്പോൾ എ ഗ്രൂപ്പിന് അവകാശപ്പെട്ടതല്ലേ ആ കസേര? അത് ന്യായം. അങ്ങനെയെങ്കിൽ ഇപ്പോൾ KM അഭിജിത്തിൻ്റെ പേരാണ് KSU സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം ഒഴിഞ്ഞതിന് ശേഷം വേണ്ട രീതിയിൽ യൂത്ത് കോൺഗ്രസിൽ അക്കോമഡേറ്റ് ചെയ്യപ്പെടാതെ പോയ കഴിഞ്ഞ 2 വർഷമായിട്ടെങ്കിലും പിന്നാമ്പുറത്തേക്ക് മാറ്റി നിർത്തപ്പെട്ട നേതാവെന്ന നിലയിൽ ഒരുപക്ഷെ അവശിഷ്ട ഈ ഗ്രൂപ്പിൻ്റെ ആളുകൾ ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ പേരാണ് മുന്നോട്ട് വയ്ക്കുന്നത്. അബിൻ വർക്കിയുടെ പേര് സ്വാഭാവികമായി രമേശ് ചെന്നിത്തല പഴയ ഐ ഗ്രൂപ്പ് നേതാക്കൾ വെക്കുന്നു. അദ്ദേഹത്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ശേഷം 2ാം സ്ഥാനത്ത് കിട്ടിയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ ഒരു സ്ഥാനം നാച്ചുറലായി വരണമെന്ന് അവരാഗ്രഹിക്കുന്നത്. മറ്റ് പേരുകൾ KC വേണുഗോപാലിൻ്റെ പേര്, ബിനു ചുണ്ണിയിൽ ഉൾപ്പെടെയുള്ള ദേശീയ ജനറൽ സെക്രട്ടറിമാരെ ഒരുപക്ഷെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ എന്ന ചിന്തയുണ്ട്. ഈ 3 പേരുകാരും അവരുടെ ഗ്രാഫ് ഉയർത്തുകയാണ്. ആർക്ക് ലഭിച്ചാലും ശരി ഈ പേരുകൾ സജീവമായി യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായും ഈ 3 പേരുടെ അബിൻ വർക്കിയുടെ ഗ്രാഫും KM അഭിജിത്തിൻ്റെ ഗ്രാഫും തീർച്ചയായും ബിനു ചുള്ളിയുടെ ഗ്രാഫും ഉയരത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ഇപ്പോഴില്ലെങ്കിൽ ഭാവിയിൽ പരിഗണിക്കപ്പെടും. ഒരു MLA സ്ഥാനത്തിൻ്റെ ഒരു വളകിലുക്കമാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേൾക്കുന്നത്. ഇത് ചെറിയ ആളുകളുടെ അല്ലെങ്കിൽ ചെറുപ്പക്കാരുടെ കഥ. കുറച്ചുകൂടി മുകളിലോട്ട് പോയാൽ അടുത്ത ലെവൽ ഉന്നത നേതൃത്വത്തിലേക്ക് എത്തിയിട്ടില്ല. ഒരുപക്ഷെ തഴക്കവും പഴക്കവും വന്ന് ഒരുപക്ഷെ സ്വന്തമായി വിഷയങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ ത്രാണിയുള്ള ആളുകൾ. അവരിൽ പ്രധാനപ്പെട്ട ആളുകൾ മൂവാറ്റുപുഴ MLA മാത്യു കുഴൽനാടൻ കാര്യമായി ഈ എപ്പിസോഡിൽ രംഗത്ത് വരാതെ ഒരു സൈലൻസ് പാലിക്കുന്ന ഒരാളാണ്. അതുപോലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള MP-മാർ പലരും കാര്യമായ പ്രസ്താവനാ സാഹിത്യം ഒന്നുമില്ലാതെ തന്നെ ഈ വിഷയം ആ കൊടുങ്കാറ്റം ഒഴിയട്ടെ, ഞങ്ങൾക്ക് സ്ഥാനമില്ല, അപ്പോൾ ഈ പേരുകളൊന്നും തന്നെ രംഗത്ത് വന്നില്ല. പക്ഷേ എന്ത് സംഭവിച്ചാലും നടുക്കുതന്നെ നിൽക്കുന്ന ഒരാളുണ്ട്, K മുരളീധരൻ. സാക്ഷാൽ മുരളീധരൻ ഇപ്പോൾ സ്വതന്ത്രനാണ് പാർട്ടിക്കുള്ളിൽ. അദ്ദേഹത്തിന് ഗ്രൂപ്പില്ല, അദ്ദേഹത്തിനൊരു തലതൊട്ടപ്പനില്ല. അദ്ദേഹം K കരുണാകരൻ്റെ മകൻ എന്ന ലേബിൾ മാത്രമേ ഉള്ളൂ. അണികൾ അദ്ദേഹത്തോടൊപ്പമുണ്ട്. ഒരു പ്രസംഗത്തിന് വിളിച്ചാൽ കോർണർ മീറ്റിംഗ് ആകട്ടെ, വൻപൻ മൈതാന പ്രസംഗങ്ങളായിക്കൊള്ളട്ടെ, ഏത് പ്രസംഗത്തിനും ക്യാമറ കണ്ണുകൾക്ക് മുമ്പിലാണെങ്കിലും K മുരളീധരൻ ഒരു മാർക്കറ്റ് വാല്യൂ ഉണ്ട്. ആ മാർക്കറ്റ് വാല്യൂ അദ്ദേഹം ആവോളം ഉപയോഗിക്കുകയും ചെയ്തു. ഈ വിഷയത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയം ഒരു എപ്പടം പോലെയായി മാറിയിരിക്കുന്നു. അതുകൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വേണ്ട തിരുത്തലുകൾ വേണം എന്ന് പ്രവാചക ശബ്ദത്തോടുകൂടി ആഞ്ഞടിക്കാൻ ഇപ്പോൾ കഴിയുന്ന ഏകയാൾ K മുരളീധരൻ മാത്രമാണ്. അദ്ദേഹം പൂർണ്ണമായി ക്യാപിറ്റലൈസ് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് പൂർണ്ണമായി അദ്ദേഹം എന്ത് നിലപാടാണ് എടുത്തതെന്ന് ഇവിടെ വിഷയമല്ല, മറിച്ച് കോൺഗ്രസ് രാഷ്ട്രീയം സംശുദ്ധമായിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വാദോര സംസാരിക്കുന്ന K മുരളീധരൻ അദ്ദേഹത്തിൻ്റെ ഗ്രാഫ് താഴോട്ട് പോകാതെ സംരക്ഷിച്ച് നിർത്തി. താനൊരു ഫാക്ടറാണ്. നല്ല കാലം വന്നാലും മോശം കാലം വന്നാലും
തൻ്റെ ബൈറ്റില്ലാതെ മാധ്യമങ്ങൾ മുന്നോട്ട് പോവില്ല. ഇത് ഉറപ്പുവരുത്താൻ അദ്ദേഹത്തിന് ഒരു ചുമതലയുമില്ല. MP അല്ല, MLA അല്ല, വൻപൻ ഒരു സ്ഥാനങ്ങളും പാർട്ടിക്കുള്ളിലില്ല. എങ്കിലും അദ്ദേഹം ശക്തിയായിട്ട് നിൽക്കുന്നു. ഇനിയുമാണ് വലിയ നേതാക്കളുടെ പക്ഷത്തേക്ക് പോകേണ്ടത്. ദ ബിഗ് 3. അത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ, 2 രമേശ് ചെന്നിത്തല, മുൻ പ്രതിപക്ഷ നേതാവ്, മുഖ്യമന്ത്രി സ്ഥാനം കപ്പിനും ചുണ്ടിനും ഇടയിൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ നഷ്ടപ്പെട്ട ഹതഭാഗ്യൻ രമേശ് ചെന്നിത്തല. തനിക്ക് ഇനിയും ഒരംഗത്തിന് ബാല്യമുണ്ട് എന്ന് തെളിയിക്കേണ്ട അവസ്ഥ. പിന്നീട് കേന്ദ്രത്തിൻ്റെ ഗോൾഡൻ ഐഡ് ബോയ്, ബ്ലൂ ഐഡ് ബോയ്, അത് KC വേണുഗോപാൽ. ഈ 3 പേരുമാണ് ഭാവി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പറഞ്ഞു കേൾക്കുന്ന പേരുകൾ. ഇതിൽ ഒരാളാവും UDF ജയിച്ചാൽ മുഖ്യമന്ത്രി സ്ഥാനത്ത് എന്ന് കൃത്യമായി മുൻകൂട്ടി പറയാൻ പാഴൂർ പടിപ്പര വരെ പോയി പ്രശ്നം വെക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതിൽ 3-ൽ ആര്? ഇപ്പോൾ ഇവർ തമ്മിലുള്ള പോരാട്ടമാണല്ലോ കോൺഗ്രസ് രാഷ്ട്രീയം, UDF രാഷ്ട്രീയം തന്നെ അങ്ങനെ തന്നെയാണല്ലോ. ഇവിടെ 3 പേരും അവരവരുടേതായ രീതിയിൽ കരുക്കൾ നീക്കി മുന്നോട്ട് പോയി. പക്ഷേ ഇതിൽ നേട്ടം കൊയ്തത് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ VD സതീശൻ തന്നെയാണ്. VD സതീശൻ ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിനെ ചേർത്ത് പിടിക്കും, പ്രൊട്ടക്റ്റ് ചെയ്യും എന്നായിരുന്നു ആദ്യം ഉണ്ടായ ഒരു പ്രതീക്ഷ. അങ്ങനെ വന്നാൽ ഏറെ ഗ്രാഫ് താഴേക്ക് പോകുമെന്നറിയാനുള്ള ബുദ്ധി അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇപ്പോൾ ടെക്നിക്കലി ഈ വിവാദം നടക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ VD സതീശൻ്റെ യൂത്ത് ക്യാമ്പിലല്ല എന്നതും പ്രസക്തമാണ്. അതിനുള്ളിൽ നിന്നും ചാടിപ്പോയ ഒരു മീനാണ് രാഹുൽ. സാമാന്യം വലിയൊരു മീൻ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അങ്ങനെയെങ്കിൽ KC വേണുഗോപാലിൻ്റെ പക്ഷത്തേക്ക് ഗാൽവനൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പലരിൽ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിപ്പറയാനും കോൺഗ്രസിൻ്റെ ക്വിക്കായി നിലപാടെടുത്തു, അത് താനാണ് ഘടകം നിന്നത്, ഇങ്ങനെ അദ്ദേഹത്തെ പുറത്താക്കണം, ആദ്യം അദ്ദേഹത്തെ ഈ സംഘടനാ ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി, പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും സസ്പെൻഡ് ചെയ്ത് നിർത്തി. ഈ 2 കാര്യങ്ങളും താനാണ് അതിൻ്റെ കാറ്റലിസ്റ്റ് എന്ന് ആവർത്തിച്ച് പറയുന്ന സതീശനെ കണ്ടു. ഭരണപക്ഷത്തെ ആക്രമിക്കാൻ വേണ്ടി ഭരണപക്ഷത്തെ MLA-മാർ ഈ ശ്രീലമ്പടന്മാരായ ചിലരെങ്കിലുമുണ്ട് എന്ന് പറഞ്ഞു വെക്കാൻ മുൻകൈയെടുത്തതും VD സതീശനാണ്. അതുകൊണ്ട് ഗ്രാഫ് താഴെ പോകാതെ നോക്കിയ ഒരാളാണ് രമേശ് ചെന്നിത്തല. യഥാർത്ഥത്തിൽ VD സതീശന് ഒരു ബദലായി വരേണ്ട ആൾ തന്നെയാണ്. അദ്ദേഹം പാർട്ടിക്കുള്ളിൽ സമർത്ഥമായ കരുനീക്കങ്ങൾ നടത്തുന്നു. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കണം എന്ന് കൃത്യമായി അഭിപ്രായപ്പെട്ട ആൾ തന്നെയാണ് VD സതീശൻ. പക്ഷേ അതിന് പകരം ആരെ കൊണ്ടുവരണം എന്ന കാര്യത്തിൽ ഉൾപ്പെടെ രമേശ് ചെന്നിത്തലയുടെ കരങ്ങൾക്ക് എത്രത്തോളം ശക്തിയുണ്ട് എന്നതനുസരിച്ചാണ് ഈ പോരാട്ടത്തിൽ ചെന്നിത്തലയുടെ ഗ്രാഫ് അളക്കുക. KC വേണുഗോപാൽ പരിക്കില്ലാതെ രക്ഷപ്പെട്ടു നിൽക്കുന്ന ഒരു സമയമാണ്. അതായത് കേന്ദ്രത്തിൻ്റെ ആളാണ്. ഈ തീരുമാനമെല്ലാം കൂട്ടായി എടുത്ത തീരുമാനമാണ്. കേന്ദ്രത്തിൻ്റെ ഹൈക്കമാൻഡിൻ്റെ അനുഗ്രഹാശിസാണ്. ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ താൻ കൂടിയാണല്ലോ. രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ പിന്നെ കോൺഗ്രസിലെ ഇന്ത്യയിലെ 2ാമൻ താനാണ് എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ മുഖ്യമന്ത്രിയെ പുറത്തിറങ്ങാൻ രാഹുൽ ഗാന്ധി നിയോഗിക്കുന്നത് തന്നെ ആയിരിക്കുമല്ലോ. അതുകൊണ്ട് KC വേണുഗോപാൽ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലാണെങ്കിലും അല്ലെങ്കിലും രമേശ് ചെന്നിത്തലയും സതീശനും പരസ്പരം കടിച്ചു കയറുന്ന സാഹചര്യം തന്നെയാണ് വേണുഗോപാൽ ആഗ്രഹിക്കുന്നത്. ഇനി 1 more person, അവിടെയാണ് ഗ്രാഫിൻ്റെ ഒരു ഉച്ചസ്ഥായി കാണുന്നത്. നൺ അതർ ദാൻ ഷാഫി പറമ്പിൽ. അത് ഈ കാറ്റഗറി ഒന്നുമല്ല. നാളുകളിൽ കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയത്തിൽ ന്യൂനപക്ഷ മുഖമായി, പ്രത്യേകിച്ച് മുസ്ലിം ഫേസായി കോൺഗ്രസിനൊരു മുസ്ലിം മുഖ്യമന്ത്രി എന്നെങ്കിലും ഉണ്ടാകുമെങ്കിൽ അത് ഷാഫി പറമ്പിലാവും എന്ന് വിശ്വസിക്കുന്ന അനേകർ കേരളത്തിലുണ്ട്, കോൺഗ്രസ്സുകാർക്കിടയിലുണ്ട്. അപ്പോൾ കാരിസ്മ ഇല്ലേ, തൻ്റെ ഇടം, ഈ പ്രതിബന്ധങ്ങളെ, പാലക്കാടൊന്നും ഒരു ഷുവർ സീറ്റല്ല UDFന്. അവിടെ നിന്ന് മത്സരിച്ച് അവിടെ വീണ്ടും ജയിച്ചു വരിക. വടകരയിൽ അങ്കത്തട്ടിൽ, കടത്തനാടൻ അങ്കത്തട്ടിൽ ഒരു പോരാളിയെ പോലെ പറന്നിറങ്ങി വമ്പൻ സ്രാവിനെ അതൊരു ടീച്ചറിനെയാണ്, ശൈലജ ടീച്ചറിനെ കടപുഴക്കി എറിഞ്ഞ 1.25 ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷവുമായി മിന്നി നിൽക്കുന്ന ഷാഫി പറമ്പിനെതിരെയാണ് ഇടതുപക്ഷത്തെ വാളുകൾ ഓങ്ങപ്പെടുന്നത്. അവിടെ അതിനർത്ഥം എന്താ? കാബലമുള്ള കവരത്തിൽ, ശിഖരത്തിൽ മാത്രമേ കല്ലെറിയൂ. അങ്ങനെയെങ്കിൽ
ഷാഫി പറമ്പിലിനെ വല്ലാതെ ഭയപ്പെടുന്നു ഇടതുപക്ഷം. അതുകൊണ്ടാണ് ഷാഫി പറമ്പിലിനെ രാഹുൽ മാങ്കൂട്ടത്തിനോടൊപ്പം ബ്രാക്കറ്റ് ചെയ്തുകൊണ്ട് അഴിമതി ആരോപണം ഉൾപ്പെടെ ഇന്ന് പ്രത്യേകിച്ച് തെളിയിക്കപ്പെട്ട ഒന്നും തന്നെയില്ല, ആരോപണങ്ങളുടെ വലിയൊരു ശരം തന്നെ ഡിവൈഎഫ്ഐയുടെ ഭാഗത്ത് നിന്ന് ഷാഫിക്കെതിരെ വരുന്നു. ഷാഫിയെ വഴിയിൽ തടയുന്നു. വഴിയിൽ തടഞ്ഞപ്പോൾ ഷാഫി പറമ്പിൽ എന്താണ് ചെയ്തത്? കാറിൽ നിന്ന് ഇറങ്ങി നിന്ന് വെല്ലുവിളിക്കുന്ന ഷാഫി പറമ്പിൽ അതിലൊരു മൈൽഡ് ഫേസായി ഒരു ലവബിൾ ബോയ് നെക്സ്റ്റ് ഡോർ ഇമേജിൽ നിന്നും വേണ്ടി വന്നാൽ ഏതറ്റം വരെ പോയും പ്രതികരിക്കുന്ന ഉഗ്രപ്രതാപിയായ ഒരു നേതാവിനെയും അവിടെ ഷാഫി പറമ്പിലൂടെ കണ്ടു. അപ്പോൾ മുസ്ലിം ജനസാമാന്യത്തിലെ കോൺഗ്രസിലുള്ള വിശ്വാസം ഊട്ടി ഉറപ്പിക്കാൻ, കോൺഗ്രസിൽ എടുത്തു കാട്ടാൻ മുഖമുണ്ടാകണം. മുസ്ലിം ലീഗ് നേതാക്കൾ ഏറെയുണ്ട്, അതിൽ കാര്യമില്ല, UDFിൻ്റെ ഭാഗം തന്നെയാണ്. മുസ്ലിം ലീഗിൽ നിന്നല്ലാതെ കോൺഗ്രസിനുള്ളിൽ ഇത്രത്തോളം തലയെടുപ്പുള്ള MM ഹസൻ ഉണ്ടായിട്ടുണ്ട് മുൻകാലങ്ങളിൽ, എത്രയോ വലിയ വലിയ മുസ്തഫ ഉണ്ടായിട്ടുണ്ട്, TH മുസ്തഫ ഉണ്ടായിട്ടുണ്ട്. ഇവരൊന്നും ആ റേഞ്ചിൽ വരുന്ന ആളുകളല്ല. അപ്പോൾ ഭാവിയിൽ കോൺഗ്രസിൻ്റെ തലപ്പത്തെത്താൻ കഴിയുന്ന ഒരു പ്രായമാണ് ഇപ്പോൾ ഷാഫി പറമ്പിലിന്. സർ, ഒരു പക്ഷേ പറഞ്ഞത് ശരിയായിരിക്കും. കാരണം രാഹുലിൻ്റെ ഈ ഒരു വിഷയം വലിയ രീതി കൊടുമ്പിരി കൊണ്ടിരി ഇതെങ്ങനെയൊന്നും തണുപ്പിക്കുമെന്ന് കോൺഗ്രസ്സിന് പോലും നിലയില്ലാ കാലത്ത് നിന്നപ്പോഴാണ് ഷാഫിയുടെ ഒരു എൻട്രി പാലക്കാട്, അല്ലെ? DYFI പ്രവർത്തകർ വന്നപ്പോൾ തിരിച്ച് കാറിൽ നിന്ന് ഇറങ്ങിക്കൊടുത്ത മറുപടിയും അതിനുശേഷമുള്ള വലിയ പ്രതികരണമൊക്കെ, അതിനുശേഷമുള്ള പ്രക്ഷോഭം അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തൊക്കെ നമ്മൾ 500 യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയൊക്കെ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ 10,000-കണക്കിന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ് ഷാഫി പിന്നിൽ അണിനിരുന്നത്. അത് ഒരു പക്ഷേ വലിയൊരു കോൺഗ്രസിൻ്റെ ഒരു ഈ തളർന്നു കടന്നെടുത്തുനിന്ന് വെള്ളം കുടഞ്ഞ് ഷാഫി കോൺഗ്രസിനെ എണീപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടിയിരിക്കും. തീർച്ചയായും ഒരു കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനത്തെ തഴുകി ഉണർത്തുകയല്ല, വലിയ രീതിയിൽ നിർജ്ജീവമായി കിടന്ന സംവിധാനത്തെ വലിയ രീതിയിൽ സ്റ്റീറോയിഡ് കൊടുത്ത് ഉയർത്തുന്ന രീതിയിലാണ് ഷാഫിയുടെ നീക്കങ്ങളിൽ. എവിടെ പോകുമ്പോഴും ഷാഫി പറമ്പിൽ എവിടെ പോകുമ്പോഴും വലിയ ജനക്കൂട്ടമാണ്. അത് സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്നതാണ്, ജനറേറ്റ് ചെയ്യപ്പെടുന്ന, കൊണ്ടിരുത്തുന്ന ആളുകളല്ല. അവരുടെ ഒരു ശരീരഭാഷ കാണുമ്പോൾ അറിയാമല്ലോ, കൊണ്ടിരുത്തുന്ന ആളുകളുടെ ഒരു ശരീരഭാഷയും സ്വാഭാവികമായി എത്തുന്ന, ആവേശപൂർവ്വം എത്തുന്ന യുവജനങ്ങളും. ഇവിടെ ഷാഫി ഒരു പോയിന്റ് സ്കോർ ചെയ്യുകയാണ്. അതുമാത്രമല്ല, പാലക്കാട് ഞങ്ങൾ വിട്ടൊഴിയാൻ ഉദ്ദേശിക്കുന്നില്ല. താൻ പ്രതിനിധീകരിച്ച മണ്ഡലമാണ്, താൻ അവിടെ വിട്ടിട്ടാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലേക്ക് പോയത്. അങ്ങനെയെങ്കിൽ പാലക്കാട് കടന്നു വരാൻ എനിക്ക് ഒരു തന്നെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യപൂർവ്വം അവിടെ നിൽക്കും. ഗ്രൂപ്പ് യോഗം വിളിച്ചു എന്നൊക്കെയുള്ള ആരോപണം ഉണ്ടാകുന്നു. അത് ഷാഫി പറമ്പിൽ ഒരുപക്ഷെ ഗ്രൂപ്പ് യോഗം തന്നെയായിരിക്കണം നടന്നിരിക്കുന്നത്. ആ A ഗ്രൂപ്പിൻ്റെ യോഗം തന്നെയാണ് നടന്നിരിക്കുന്നത്. ഇനി നോക്കൂ, A ഗ്രൂപ്പിൻ്റെ കാര്യം നോക്കൂ. നാഥനില്ല കളരി പോലെ നിൽക്കുകയാണ് A ഗ്രൂപ്പ്. നോക്കൂ, ആരുണ്ട്? ആന്റണിയുടെയും ഉമ്മൻചാണ്ടിയുടെയും കാലത്തിന് ശേഷം പിന്നെ വരേണ്ട നേതാക്കൾ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതുപോലെ വാർദ്ധക്യത്തിലേക്ക് കാലൂന്നിയ MM ഹസൻ, അതുപോലെ വരേണ്ട A ഗ്രൂപ്പിൻ്റെ പടക്കുതിരയായി വരേണ്ട ബെന്നി ബെഹനാൻ. ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് A ഗ്രൂപ്പിൻ്റെ ഈ വലിയ ഒരു ഗ്രൂപ്പ് മാനേജേഴ്സ്. ഇവരൊക്കെ മാളത്തിൽ ഒളിച്ചു നിൽക്കുമ്പോൾ ഒരുപക്ഷെ ഷാഫി പറമ്പിലിന് പിന്നിൽ ഒരുപക്ഷെ ആ ഗ്രൂപ്പിലെ ആളുകൾ ഭാവിയിൽ ഇപ്പോൾ ചെതറി നിൽക്കുകയാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ ഒരു വിഭാഗത്തിന് നേതൃത്വം കൊടുക്കുന്നു. ഗ്രൂപ്പ് എന്നും പറയുന്ന ചാണ്ടി ഉമ്മന്റെ പ്രതികരണം രാഹുലിന് ഒരു നിഷ്പക്ഷമായിട്ടുള്ള ഒരു പ്രതികരണമായിരുന്നു ചാണ്ടി ഉമ്മന്റെ. തീർച്ചയായിട്ടും A ഗ്രൂപ്പ് വലിയ മൗനത്തിൽ തന്നെയാണ്. കാരണം വലിയൊരു ഒരു മെച്യൂർഡ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ പ്രതികരണങ്ങൾ. ഇപ്പോൾ ഷാഫി ആയിരുന്നു, നമ്മളറിയാം, ഷാഫി കേരളത്തിൽ ഇല്ലാതിരുന്ന സമയത്താണ് രാഹുലിനെതിരെ ഒരു പ്രശ്നമൊക്കെ വന്നത്. ഷാഫി മനഃപൂർവ്വം മുങ്ങിയതാണ്. പക്ഷെ തിരിച്ചു വന്ന ഷാഫി എന്താണ് പ്രതികരിക്കുന്നത് എന്നായിരുന്നു. ഉറ്റ ചെങ്ങാതിയാണ്, എങ്ങനെ ചെങ്ങാതിയെ ഒറ്റ കൊടുക്കുമോ എന്നുള്ളൊരു പ്രതീതി ആണ്. കാരണം VD സതീശൻ ഒറ്റുകൊടുത്തു. അപ്പോൾ ഷാഫിയുടെ മറുപടി എന്തായിരിക്കും എന്നായിരുന്നു എല്ലാവരും നോക്കിയത്. പക്ഷേ ഷാഫി വളരെ നല്ല ബുദ്ധിപൂർവ്വവും എന്നാൽ ചെങ്ങാതിയെ ചേർത്ത് നിർത്തുന്ന രീതിയും നല്ല മറുപടികളാണ് ഷാഫി പറഞ്ഞത്. ദ മാർക്ക് ഓഫ് എ മാൻ എന്ന് പറയുമ്പോൾ പ്രതിസന്ധി ഘട്ടത്തിൽ എല്ലാ പ്രതിബന്ധങ്ങളോടും പടവെട്ടിക്കൊണ്ട് ചേർത്ത് നിർത്തേണ്ടവനെ ചേർത്ത് നിർത്താൻ കഴിയുന്ന ആർജവം ഇതുള്ളവനെ മാത്രമേ ആത്യന്തികമായി ജനം വിശ്വസിക്കൂ. എന്തുകൊണ്ടാണ് കരുണാകരൻ്റെ പിന്നിൽ ജനം അണിനിരുന്നത്? ഒരു കാലത്ത് കരുണാകരൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉടമയായതുകൊണ്ടല്ല. കരുണാകരൻ തീർച്ചയായും അദ്ദേഹത്തിന് നേരെ ഒരുപാട് ആരോപണങ്ങൾ ഉയർന്നിട്ടുള്ളതാണ്. അദ്ദേഹം എല്ലാവർക്കും അഭിമതനായ ആളുമല്ല, എല്ലാവരുടെയും ഗുഡ് ബുക്സിൽ വരാൻ ശ്രമിച്ചിട്ടുള്ള ആളുമല്ല, ആന്റണിയെ പോലെയല്ല. പക്ഷേ കരുണാകരൻ ഒരു നിലപാടുള്ള വ്യക്തിയായിരുന്നു. ആ നിലപാടിനായിരുന്നു പിന്തുണ. അങ്ങനെ നിലപാടുകൾ എടുക്കാൻ തോന്നിയതുപോലെ ഇപ്പോൾ VD സതീശൻ നിലപാടെടുത്തു എന്ന് പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് അദ്ദേഹത്തിൻ്റെ ഭാവി മുന്നിൽ കണ്ടുള്ള നിലപാടാണ്. കരുണാകരൻ അങ്ങനെ മാത്രമായിരുന്നില്ല. ആശ്രിത വത്സലനായ
ശ്രീ കെ കരുണാകരൻ. ഇത് മുതിർന്ന നേതാക്കൾക്ക് ഇവിടെ ഒരു പാളിച്ച വന്നിട്ടുണ്ട്. കാരണം ഇപ്പോൾ CPM-ലോ BJP-ലോ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വന്നപ്പോഴും അവർ കൈകാര്യം ചെയ്ത രീതി വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഇതൊരു അന്വേഷണ വിധേയമാക്കിക്കൊണ്ട് ഇപ്പോൾ പിണറായി സർക്കാർ ഭരിക്കുന്ന അവരുടെ പോലീസാണ് ഉൾപ്പെടെ അന്വേഷണ ഉദ്യോഗസ്ഥരൊക്കെ ഒരുപക്ഷെ ആ രീതിയിൽ അവർക്ക് അത് കൈകാര്യം ചെയ്യായിരുന്നു. ഇത് ഒരു ആരോപണം ഉന്നയിച്ച് 24 മണിക്കൂർ ആയില്ല, ഒരുപക്ഷെ മണിക്കൂറുകളായില്ല, അതിനു മുമ്പേ VD സതീശൻ എടുത്ത ഒരു തീരുമാനമാണ് അല്ലേ. ഒരു പെൺപിടിയനായിട്ട് തന്നെ സ്വന്തം സഹപ്രവർത്തകനെ ഞങ്ങൾ കാണിച്ചു ഒറ്റ പറച്ചില്ലായിരുന്നു. അത് ഒരു അന്വേഷണ വിധേയമാക്കണമെന്നോ അല്ലെങ്കിൽ ഞങ്ങൾ ആലോചിക്കട്ടെ, ഇതിലെ നെല്ലും പതിരും ഞങ്ങളൊന്ന് നോക്കട്ടെ, ആരുടെ ഭാഗത്താണ് തെറ്റെന്ന് ഞങ്ങൾ നോക്കട്ടെ, ഇത് ഒരു സമയം അവിടെ കൊടുത്തിട്ടില്ല. സഡനായിട്ടുള്ള ഒരു അറ്റാക്ക്. ഒരുപക്ഷെ മുതിർന്ന നേതാക്കളൊക്കെ കുറച്ച് മെച്യൂർഡായിട്ട് ചിന്തിക്കേണ്ടുന്ന സമയത്ത് VD സതീശൻ ഉൾപ്പെടെയുള്ള രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള എടുത്ത ആ ഒരു സഡൻ ആക്ഷൻ ആയിരുന്നില്ല ഷാഫി പക്ഷേ വളരെ പക്വതയോടുകൂടി തന്നെയാണ് അത് കൈകാര്യം ചെയ്തത്. അതായിരിക്കാം ഇത്രയേറെ ജനപിന്തുണ. മാത്രമല്ല രാഹുലിൻ്റെ വിഷയത്തിൽ ഇപ്പം സീമാജി നായർ ഉൾപ്പെടെയുള്ള പല സ്ത്രീകളും ഉഭയകക്ഷി സമ്മതപ്രകാരമല്ലേ ഇത് നടന്നു, വർഷങ്ങൾക്ക് മുമ്പ് നടന്നത് ഇപ്പം എന്തിനെ ഏറ്റെടുക്കുന്നു എന്നുള്ള തരത്തിൽ ഒരുപക്ഷെ അതിനെ അങ്ങ് നിർജീവമാക്കുന്ന തരത്തിലാണ് ഇപ്പോൾ വരുന്നത്. പക്ഷേ ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണമാണ്. ക്രൈംബ്രാഞ്ച് ഇപ്പോൾ DYSP ബിനുകുമാറിൻ്റെ നേതൃത്വത്തിലുള്ള ഇത് വന്നു. പക്ഷേ അദ്ദേഹം അതിൽ നിന്ന് ചില സമ്മർദ്ദങ്ങൾ കാരണം മാറുന്നു എന്ന് പറഞ്ഞ് അടുത്ത ആളിനെ ഏൽപ്പിച്ചു. അവിടെ തന്നെ ഒരു പാളിച്ച വന്നു, പോയി. ഇനി അടുത്ത ക്രൈംബ്രാഞ്ച് അന്വേഷണം ഭയങ്കരമായിട്ട് ഊർജിതം. അപ്പോൾ സമ്മർദ്ദം അവിടെ വരുന്നുണ്ട്. ഏതെങ്കിലും ഒരു പെൺകുട്ടിയെങ്കിലും പുറത്തെ വന്നില്ലെങ്കിൽ പിണറായി വിജയന് അത് വലിയൊരു അടിയല്ലേ? തീർച്ചയായും ഒരു പെൺകുട്ടിയെങ്കിലും ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ നന്ന്, പക്ഷേ തെളിവ് നൽകാൻ, സ്ഥിരീകരിക്കാവുന്ന തെളിവുകൾ നൽകാൻ ഒരു പെൺകുട്ടിയും മുന്നോട്ട് വന്നില്ല എങ്കിൽ പിണറായി വിജയൻ്റെ മുഖം നഷ്ടപ്പെടും, പോലീസിൻ്റെ മുഖം നഷ്ടപ്പെടും, ഭരണമുന്നണി നടത്തിയ കുൽസിതമായ പ്രവർത്തനമായി അതിനെ വ്യാഖ്യാനിക്കും. അവിടെ രാഹുൽ മാങ്കൂട്ടത്തിന് വലിയ രീതിയിലുള്ള ആശ്വാസമുണ്ടാകും. ഇവിടെ നമ്മൾ സംസാരിച്ച വിഷയം ആരാണ് ഒളിച്ചോടിയത്, ആരാണ് ഒരു ഡീപ് ബ്രത്ത് എടുത്തതിന് ശേഷം ഒന്നാലോചിച്ച് മുന്നോട്ട് വന്നത്. ഈ VD സതീശനും രമേശ് ചെന്നിത്തലയും പരസ്പരം മത്സരിക്കുകയായിരുന്നു. അഹമഹം ഹേയ, ആരാണ് ആദ്യം എന്ന നിലയിൽ പെട്ടെന്ന് നടപടിയെടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് തനിക്കാക്കി മാറ്റാൻ രണ്ടുപേരും ശ്രമിച്ചു. അതേസമയം ഷാഫി പറമ്പിൽ എന്താ ചെയ്തത്? വേണമെങ്കിൽ ആദ്യം പറയാം, മുങ്ങി എന്ന ഒരു ആരോപണം ഇത് വരുമെന്നറിയാനുള്ള ബുദ്ധി ഷാഫി പറമ്പിലുണ്ട്. അദ്ദേഹം നേരെ പട്നയ്ക്ക് വെച്ച് പിടിച്ചു. അല്ലെങ്കിൽ അതായത് രാഹുൽ ഗാന്ധിയുടെ വോട്ട് യാത്ര അല്ലെങ്കിൽ വോട്ട് തെഫ്റ്റിനെതിരെയുള്ള വോട്ട് അധികാർ യാത്രയിൽ പങ്കെടുക്കാനായി ചെന്നു. ദോഷം പറയാനാവില്ലല്ലോ, അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗം കൂടിയാണ്, ഓൾ ഇന്ത്യ തലത്തിൽ ഉയർന്നു വരുന്നൊരു നേതാവാണ്, പാർലമെൻറ്റ് അംഗമാണ്. രാഹുൽ ഗാന്ധിയോടൊപ്പം പോയി എന്നതിന് തെറ്റു പറയാനാവില്ല. തിരിച്ചു വന്നത് സാമാന്യം ശക്തമായ നിലപാടുകളോടെയാണ് അദ്ദേഹം തിരിച്ചു വന്നത്. അതൊരു ഡീപ് ബ്രത്ത് എടുക്കാനുള്ള സാവകാശം. ഇവിടാണ് ഒരു ശാന്തത, ഒരു രാഷ്ട്രീയ നേതാവിന് വേണ്ട ശാന്തത, പക്വത എന്ന് പറഞ്ഞാൽ കാള പെറ്റു എന്ന് കേട്ടപ്പോൾ കയറെടുക്കാൻ ചാടി ഇറങ്ങി പുലിവാലി പിടിച്ചു എന്ന് പറയാനാവില്ല, താൽക്കാലിക നേട്ടം കൊയ്തു, പെട്ടെന്ന് തീരുമാനമെടുക്കാൻ കോൺഗ്രസിന് സാധിച്ചു എന്ന് മേനി നടിക്കാൻ സതീശനും ചെന്നിത്തലയ്ക്കും കഴിഞ്ഞു. തീർച്ചയായിട്ടും അത് നേട്ടം തന്നെ, ഞാനത് കൊട്ടമാടൊന്നും കരുതുന്നില്ല. ഒരു ശരാശരി നേതാവിന് കഴിയുന്നതേ അവർ ചെയ്തുള്ളൂ. അതേസമയം പിണറായി വിജയനെ നോക്കൂ, എന്തെല്ലാം ആരോപണങ്ങളാണ് വരുന്നത്. പക്ഷെ പിണറായി വിജയൻ്റെ ബലമെന്ന് പറയുന്നത് സംഘടനാ ബലമാണ്, അദ്ദേഹത്തിൻ്റെ ബലമല്ല. മറിച്ച് മാർക്സിസ്റ്റ് പാർട്ടിക്ക് DYFIക്കുള്ള സംഘടനാ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് എത്ര വിഴുപ്പിനെയും അലക്കി വെളുപ്പിച്ച് തേച്ച് വടിയാക്കി ഫ്രഷായി അവതരിപ്പിക്കാനുള്ള സംഘടനാ വൈഭവം ഇത് ഇല്ല എന്ന് അറിയാം. ചെന്നിത്തലയ്ക്കും സതീശനും അറിയാം. ഇതൊന്നുമില്ല എന്ന് ഷാഫി പറമ്പിൽ പറയാം. എന്നിരുന്നാലും അദ്ദേഹം തിരിച്ചു വന്നു, അദ്ദേഹം പക്വമായി പ്രതികരിച്ചു. അദ്ദേഹത്തെ കൂടി ബ്രാക്കറ്റ് ചെയ്യാനുള്ള ശ്രമത്തെ പൊളിച്ചടുക്കി. മാത്രമല്ല പാലക്കാട് കടക്കാൻ കോൺഗ്രസ്സുകാർ പേടിച്ച് നിന്നപ്പോൾ ഞാൻ തയ്യാറാണ്, ഞാൻ മുൻ MLA ആണ്. അതുമാത്രമല്ല രാഹുൽ മാങ്കൂട്ടത്തിന് പാലക്കാട് വരാനുള്ള അവകാശമുണ്ട്. അദ്ദേഹം ഒരു MLA ആണ്, കോൺഗ്രസ് പാർട്ടിയുടെ മെമ്പറായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ഇപ്പോൾ പാർട്ടി ഇത് മാറ്റി നിർത്തി. പക്ഷേ പാലക്കാടിനൊരു ജനപ്രതിനിധി ഉണ്ടിപ്പോൾ. ആ പ്രതിനിധി രാജിവെച്ചിട്ടില്ല, കോൺഗ്രസ് പാർട്ടിയിലല്ലായിരിക്കാം, പക്ഷേ അതിനുള്ള അർഹതയുണ്ട് എന്ന് വരെ പറഞ്ഞു വെക്കാൻ ധൈര്യം കാട്ടിയ ഒരാളാണ് ഷാഫി പറമ്പിൽ. അവിടെ അദ്ദേഹം മാത്രം. ഇവിടെ നമ്മൾ ഒരുപാട് പേരുകൾ സംസാരിച്ചു. അവിടെ വ്യത്യസ്തതയോടെ നിൽക്കുന്നത് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ ഷാഫി പറമ്പിലാണ്. അത് ഒരുപക്ഷെ
മാത്യു കുഴൽനാടനുള്ള താക്കീതാണ്. ആ പ്രായത്തോടെ, ഞാനിപ്പോൾ ആ ഒരു പ്രായം അല്ലെങ്കിൽ ആ ഒരു സീനിയോറിറ്റി വെച്ചുകൊണ്ട് മാത്രമേ പറയാനാവൂ. അതുകൊണ്ട് ഭാവിയിൽ ചെന്നിത്തല, പിന്നെ വേണുഗോപാൽ ആൻഡ് വി.ഡി. സതീശൻ പ്രായത്തിന് ശേഷം വരേണ്ട ലീഡർഷിപ്പ് ആര് എന്നത് ഏതാണ്ട് തീർച്ചയായ ഒരു മട്ടാണ്. മറ്റബദ്ധങ്ങളൊന്നും ഷാഫി പറമ്പിൽ നേരിടുന്നില്ല എങ്കിൽ നമുക്കറിയില്ല, രാഷ്ട്രീയത്തിൽ പല വീഴ്ചകളും ഉണ്ടാകാം. വീഴ്ചകൾ വളരെ പെട്ടെന്നായിരിക്കും, ഉയർച്ചയോടൊപ്പം തന്നെ. പക്ഷേ ഷാഫി പറമ്പിലിൻ്റെ ഉയർച്ച പെട്ടെന്നല്ല, വളരെ കാലമെടുത്തുകൊണ്ടുള്ള ഉയർച്ചയാണ്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം സമുന്നതമായ നേതൃത്വമാണ്. അതുമാത്രമല്ല CPM ആണ് ന്യൂനപക്ഷ വോട്ടുകൾ, മുസ്ലിം വോട്ടിലേക്ക്, മലബാറിൻ്റെ ഹൃദയത്തിലെ മുസ്ലിം ജനസാമാന്യത്തിലേക്ക് ഇറങ്ങിയാൽ മാത്രമേ BJPയുടെ വളർച്ചയെ തടുക്കാനാവൂ, UDFിൻ്റെ യാഗാശ്വത്തെ തടുക്കാനാവൂ എന്ന് CPMനറിയാം. അവിടെ CPMനെ ഇപ്പോൾ ബദൽ തീർക്കുന്ന പ്രധാന കോൺഗ്രസ് മുഖം മുസ്ലിം ലീഗിൽ നിന്ന് മാറ്റി നിർത്തി ചിന്തിച്ചാൽ അത് ഷാഫി പറമ്പിലാണ്. അവിടെ ഷാഫി പറമ്പിലിൻ്റെ മാർക്കറ്റ് വാല്യൂവിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഇപ്പോൾ കോൺഗ്രസ് രാഷ്ട്രീയം അളക്കാൻ കഴിയില്ല. അവിടെ അപ്രതീക്ഷിതമായി വീണ് കിട്ടിയ ഒരു അവസരമാണെങ്കിലും അത് ഷാഫി പറമ്പിൽ ഉപയോഗിച്ചു എന്ന് ഞാൻ കരുതുന്നു. അതുമാത്രമല്ല, ഷാഫി പറമ്പിലിന് എതിരെ വന്ന ഒരു സാമ്പത്തിക ആരോപണം, ഹവാല ഇടപാടുകൾ, ഇതൊരു അതൊരു ഉണ്ടയില്ല വെടി മാതിരി ആയി. അതുകൊണ്ട് അവിടെ അദ്ദേഹം ഇപ്പോൾ തന്നെ തല ഉയർത്തി നിൽക്കുകയാണ്. അത് മാത്രമല്ല, ഫൈറ്റർ ഇമേജ് കോൺഗ്രസിനുള്ളിൽ എല്ലാവരും ആഗ്രഹിച്ചു, കോൺഗ്രസ് ആളുകൾ ആഗ്രഹിച്ചൊരു ഫൈറ്റർ ഇമേജ് ഉണ്ട്, ആർക്കുമില്ലാതെ പോയി. ഒരാളും നട്ടലോട് കൂടി നിൽക്കുന്നില്ല. വി.ഡി. സതീശനൊന്നും ആ ഒരു ഫൈറ്റ് വാചകം നടത്തുന്നു എന്നല്ലാതെ, വി.ഡി. സതീശൻ്റെ പൊതുയോഗത്തിൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്, നല്ല ഒന്നാം തരം സംസാരിക്കും, ആളുകൾ കൂടിയായിരിക്കും. പക്ഷേ ആവേശം വിതയ്ക്കാൻ കഴിയുന്നത് ഷാഫിക്ക് തന്നെയാണ്. അതുകൊണ്ട് ഒരു ക്രൗഡ് പുള്ളർ ഇമേജ് നിലനിർത്താൻ കഴിയുന്നിടത്തോളം കാലം തീർച്ചയായും ഒരു ക്രൗഡ് പുള്ളറിന് മാത്രമേ ഒരു മേൽഗതി ഉണ്ടാവൂ. ആത്യന്തികമായി അവിടെയാണ് ഷാഫിയുടെ മാർക്കറ്റ് വാല്യൂ. രാഹുൽ മാങ്കൂട്ടൽ സംഭവത്തോടു കൂടി മാർക്കറ്റ് വാല്യൂ ഉയർന്നു എന്ന് കരുതപ്പെടുന്ന ഏകയാൾ, യഥാർത്ഥത്തിൽ ഉയർന്നു എന്ന് കരുതുന്ന ഏകയാൾ ഷാഫി പറമ്പിൽ തന്നെയാണ്. ഒരുപക്ഷെ കോൺഗ്രസിലെ യുവമുഖങ്ങളെ CPMലെ അണികൾ പോലും ഒരുപക്ഷെ അസൂയയോടെ കണ്ടിരുന്നു. ഷാഫി, രാഹുൽ, ബൽറാം, അതേപോലെ തന്നെ വിഷ്ണുനാഥ്, ഇന്ന് ചാണ്ടി ഉമ്മൻ, ഇവരുടെയൊക്കെ ഒരു സൗഹൃദവും അവരുടെയൊക്കെ ഒരു ഇതും ഒരുപക്ഷെ ഭരണപക്ഷത്തുള്ളവർ പോലും അസൂയയോടെ തന്നെ അവർ അത് അനുകരിക്കാനൊക്കെ ശ്രമിച്ചെങ്കിലും പാളിപ്പോയിട്ടുണ്ട്. പക്ഷേ അതാണിപ്പോൾ തകർന്ന് വീണത്. പക്ഷേ രാഹുലിനെ ഇട്ട ആ ഒരു ചങ്ങല ഷാഫിക്കും കൂടെ ഇടാമെന്ന് പ്രതീക്ഷിച്ച ഒരുപക്ഷെ CPMനത് പാളിപ്പോയി എന്ന് തോന്നുന്നു. ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന ഒരു തന്ത്രം അമ്പേ പാളിപ്പോയത് മാത്രമല്ല, നമ്മൾ ചർച്ചയുടെ ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ നേട്ടം കൊയ്തത് ഷാഫിയാണ്. ഒരു വെടിക്ക് ഒരു ചിറകറ്റു, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഒരു ചിറകറ്റു തീർച്ചയാണ്. പക്ഷേ രണ്ടാം പക്ഷിയുടെ ചിറകറ്റിട്ടില്ല, അത് ഷാഫി പറമ്പിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർ എന്ന് വിളിക്കാവുന്നത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിലിൻ്റെ ഉൾപ്പെടെ ഗോഡ് ഫാദറായി വിളിക്കാവുന്ന വി.ഡി. സതീശനാണ്. അവിടെ വി.ഡി. സതീശനേക്കാൾ ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയാണ്. അവിടെ കമ്പാരിസൺ ഇല്ല, രണ്ട് റേഞ്ചാണ്. പ്രായത്തിൻ്റെയും സീനിയോറിറ്റിയുടെയും രണ്ട് റേഞ്ചാണ്. അവർ തമ്മിൽ മത്സരമില്ല. പക്ഷേ മത്സരത്തിൻ്റെ കാര്യം വരുമ്പോൾ തീർച്ചയായും ഷാഫിക്ക് ഇനിയും ഏറെ അംഗത്തിനുള്ള ബാല്യം അവശേഷിക്കുന്നു. ഒരു പ്രതിബന്ധത്തെ സാധ്യതയാക്കി മാറ്റിയെടുക്കുമ്പോഴാണ് യഥാർത്ഥ നേതാവ് ജനിച്ചു വീഴുന്നത്. ഒരുപക്ഷെ രാഹുലിനെ കുഴിയിലേക്കാക്കിയിട്ടിട്ട് ചില യുവപ്രതിഭകൾ കയറിപ്പറ്റാമെന്ന് വിചാരിച്ചെടുത്ത് അവരുടെ ഒരു പൊയ്മുഖം കൂടി ഇവിടെ വീണുപോയി. കോൺഗ്രസിനുള്ളിലെ ചെന്നായിക്കൂട്ടം, യുവനേതാക്കൾ, വളർന്നു വരുന്ന യുവനേതാക്കൾ, യൂത്ത് കോൺഗ്രസ് എന്ന് പറയുന്നത് മുറ്റുപിടിച്ച് അല്ലെങ്കിൽ ഏറ്റവും ഇതായിട്ടുള്ള ആൾക്കാരല്ല, സീനിയോറിറ്റി അല്ല, അവർ വളർന്നു വരുന്നവരാണ്. വളർന്നു വരുന്നവർ ഇത്തരത്തിൽ അപ്പോഴേ കടിപിടി കൂടുക, അതായത് ഈ മുളയിലേ കടിപിടി കൂടുന്ന KC മുതൽ ഇങ്ങനെ കടിപിടി കൂടുമ്പോൾ അതിൻ്റെ ഒരു മീഡിയം ഭാഗത്താണല്ലോ യൂത്ത് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ അവരുടെ തന്നെ മുഖം അഴിഞ്ഞു വീണു. അവരുടെ മുഖം അഴിഞ്ഞു വീഴുന്നു. ഒരുപാട് പേര് കോൺഗ്രസിൻ്റെ റെസിലിയൻസ് എന്താണ്, യഥാർത്ഥത്തിൽ കോൺഗ്രസ് എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ ജനങ്ങൾക്ക് കിട്ടിയ ഒരു ഒന്നാന്തര അവസരം കൂടിയാണ്. അത് കതിരും പതിരും. പക്ഷേ ഈ പറഞ്ഞോണം തെരഞ്ഞെടുപ്പിന് ഇത് സാരമായി ബാധിക്കുമെന്നൊക്കെ പ്രതീക്ഷിച്ച CPMനെ, പിണറായി സർക്കാരിന് അത്ര വലിയ ഇതൊന്നും ഈ CPMന് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. കാരണം ഒരു പാരഡൈം തുറന്നു കിട്ടുകയാണ്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലാണ് വിഷയം, കാരണം അപ്രതീക്ഷിതമായി കിട്ടിയ വിഷയമാണ്. അതിന് കാരണമുണ്ട്. ഇതിപ്പോൾ ഒരെണ്ണം ചൂണ്ടിയപ്പോഴത്തേന് 4 കൈകൾ അദ്ദേഹത്തിന് നേരെ ഉണ്ടെന്ന് വി.ഡി. സതീശൻ ചോദിച്ചു. ഇപ്പം സഭയിൽ രാഹുലിനെ അവിടെ കേറ്റില്ല എന്ന് പറയുന്നിടത്ത് അവിടെ ഇരിക്കുന്നവരുണ്ട്, അവരെ ഇറക്കി വിടണ്ടേ?
ഈ 5-6 പേര് വലിയ സമ്മർദ്ദത്തിൽ തന്നെയാണ്. ഇവിടെ ഒരാളാകുമ്പോൾ അവിടെ 6 പേര് വരുന്നു, ഇരട്ടിയുടെ ഇരട്ടിയാണ് ആൾക്കാർ വരുന്നത്. തീർച്ചയായും ഭരണപക്ഷത്ത് ഈ എണ്ണത്തിന് ആനുപാതികമായി പിടിച്ചു നിൽക്കുന്നു എന്ന് വേണം ഇക്കാര്യത്തിലെങ്കിലും. ഭരണപക്ഷത്തിന്റെ എണ്ണത്തിന് ആനുപാതികമായി ഈ വിഷയത്തിലും പിന്നെ എണ്ണമുണ്ട്. അപ്പം ഇത് ഭംഗ്യാന്തരേണ VD സതീശൻ ചൂണ്ടിക്കാട്ടുന്ന ഒരു രംഗമാണ് കണ്ടത്. പക്ഷേ അവിടെ അവർ ഒരു വശത്ത് അവരെ സംരക്ഷിച്ചു പിടിക്കുകയും മറുവശത്ത് അപ്പം ഒരുപക്ഷെ പിന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ പരിഭവിക്കുന്നുണ്ടാകും, അല്ല എം വിൻസെൻറ്റിന് കിട്ടിയ പരിഗണന അല്ല എങ്കിൽ പിന്നെ എൽദോസ് കുന്നപ്പള്ളിക്ക് കിട്ടുന്ന പരിഗണന തമ്പുരാനെ അടിയന് കിട്ടിയില്ലല്ലോ എന്ന ഒരു പരിഭവം ഒരുപക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിന് ഉണ്ടായേക്കാം. എങ്കിലും ഇവിടെ ഒരു പരിധിയിൽ കൂടുതൽ ശിക്ഷ അല്ലെങ്കിൽ പരിധിയിൽ കൂടുതൽ ക്രൂശിക്കൽ, പരിധിയിൽ കൂടുതൽ കല്ലേറ് ലഭിച്ചു എന്നതാണ് എൻഡ് റിസൾട്ട് എങ്കിൽ അത് തന്നെ മുതലാക്കാൻ മാത്രമല്ല ഒരു പക്ഷേ ഉമ്മൻചാണ്ടിയുടെ വിഷയം ജനങ്ങളുടെ ഇടയിൽ ഇപ്പോഴും ഒരു വല്ലാത്ത നീറ്റലായിട്ട് കിടപ്പുണ്ട്. അത് ഒരു പരിധി വരെ രാഹുലിന് ഉണ്ടാവരുത് എന്ന് കരുതുന്നവരുണ്ട്. കാരണം ഇതിൻ്റെ നെല്ലും പതിരും ഇതുവരെ വേർതിരിച്ചറിയും. പല അമ്മമാരും രാഹുലിനെ സ്നേഹിക്കുന്ന പല അമ്മമാരും പറയുന്നൊരു അവന് ഈ ഒരു കാര്യത്തിൽ വിശ്വസിക്കാൻ. ഞാൻ ഈ ഇടയ്ക്ക് ഒരു വീഡിയോ ഉണ്ട്, അവനെ ഞങ്ങൾക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല, ആ പെൺകുട്ടികൾ എന്തോ ചെയ്തതാണ്, ഇങ്ങനെ ഉള്ള തരത്തിലുള്ള വിഭിന്നമായിട്ടുള്ള അഭിപ്രായങ്ങൾ അത്രയേറെ ഇവരെയൊക്കെ ഈ യൂത്തിനെ സ്നേഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ രാഹുൽ ചെയ്ത വലിയൊരു തെറ്റ് തന്നെയാണ്. അത് തിരുത്തി നല്ലൊരു നേതാവാണ്, തിരികെ വരട്ടെ, അതെന്തായാലും അവിടെ നിൽക്കട്ടെ. എന്തായാലും നമ്മുടെ ചോദ്യത്തിലെ നേട്ടങ്ങൾ കൊയ്തവർ ഒരുപക്ഷെ ഷാഫി, VD സതീശൻ ഇങ്ങനത്തെ ഒരു ടീമാണെങ്കിൽ കോട്ടം ഒരുപക്ഷെ പാർട്ടിക്കല്ല, കോൺഗ്രസിനല്ല. കോൺഗ്രസ് ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ്. ഇപ്പം കോട്ടം സംഭവിച്ചിരിക്കുന്ന CPM-ന് തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ കരുതാനാവില്ല. CPM-ന് വീണ് കിട്ടിയ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം എങ്ങും എത്തിയില്ല എങ്കിൽ, ക്രൈംബ്രാഞ്ച് അന്വേഷണം എങ്ങും എത്തുന്നില്ലെങ്കിൽ സ്വയം പരിഹാസികളായി CPM മാറും. പക്ഷേ ഏതെങ്കിലും ഒരു പെൺകിടാവിനെ കൊണ്ടുവരും എന്നത് ഉറപ്പാണ്. ഭരണത്തിൻ്റെ പിൻബലത്തിൽ ഒരു മൊഴി കൊടുക്കാൻ, അത് വ്യാജമോ സത്യമോ എന്തുവാകാം, ഒരു മൊഴി കൊടുത്തുകൊണ്ട് അത് ഒരിക്കലും തീരാത്ത കേസായി മുന്നോട്ട് 8 മാസം മുന്നോട്ട് കൊണ്ടുപോകണം. ഈ ഇൻറ്റൻസിറ്റിയിൽ ഒരു വിഷയം 8 മാസം, അടുത്ത തിരഞ്ഞെടുപ്പ് വരെ 8 മാസം കത്തിച്ച്, അതിന് മുൻപ് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് വരാനുണ്ട്. ഇത്രയും കത്തിച്ച് നിർത്താൻ കഴിയുമെങ്കിൽ മറ്റെല്ലാ വിഷയത്തിൽ നിന്നും, ഭരണവിരുദ്ധ വികാരത്തിൻ്റെ എല്ലാ കാര്യത്തിൽ നിന്നും ജനശ്രദ്ധയെ തിരിച്ചുകൊണ്ട് ഈ വിഷയത്തിലേക്ക്, നിലവാരമുള്ള വിഷയമല്ല ഇതെന്ന് ഓർക്കണം. ഇപ്പം സംശുദ്ധ കളങ്കിതരായത് വ്യക്തികളാണ്, പാർട്ടിയല്ലെന്ന് ഓർക്കണം. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയാണ്, കോൺഗ്രസ് പാർട്ടിയല്ല. ഒരു വിഷയം മുകേഷ് എന്ന വ്യക്തിയാണ്, CPM അല്ല. അപ്പം ഇവിടെ ഒരു വ്യക്തി നേരിടുന്ന ആരോപണം ഒരു പാർട്ടിയുടെ സദാചാര്യ മൂല്യ ച്യുതിയായി, ശോഷണമായി കരുതുന്ന മൗഢ്യം. ഒരു വ്യക്തി തൻ്റെ ഇൻഡിവിജ്വൽ കപ്പാസിറ്റിയിൽ പാർട്ടിയുടെ പേരിലല്ല ബന്ധങ്ങളൊന്നും സ്ഥാപിച്ചതെന്ന് ഓർക്കണം, പാർട്ടിയുടെ പേരിലല്ല തേച്ചത് എന്ന് ഓർക്കണം. അപ്പോൾ അങ്ങനെ തേച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും അനാവശ്യമായി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പാർട്ടി പരിഗണനയേ ഇല്ല ഇതിൻ്റെ പിന്നിലൊന്നും പാർട്ടിയല്ല. പക്ഷേ അവിടെ കേരളത്തിൻ്റെ മനസ്സുകൾ മാറി ചിന്തിക്കുന്ന ഒരു കാലം ഉണ്ട് എങ്കിൽ കേരളം നന്നാവും എന്നേ പറയാനാവും. കേരളം ഇതല്ല അടിസ്ഥാന വിഷയം. കേരള ജനത മനസ്സിലാക്കേണ്ട കാര്യം അടിസ്ഥാന വിഷയമല്ലിത്, സ്ത്രീപീഡന വിഷയമാണ്. പക്ഷേ സ്ത്രീപീഡനം ഒരു ജനറൽ വിഷയമാണ്. ചില വ്യക്തികളുടെ ലീലാവിലാസങ്ങൾ അത് നമ്മൾ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യുകയും അത് ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാണ് എന്ന മട്ടിൽ ഈ ലോകാവസാനം വരെ ഇത് ചർച്ചയിൽ നിർത്താമെങ്കിൽ തെറ്റിയിരിക്കുന്നു. ഇത് ചൂണ്ടിക്കാട്ടാൻ കോൺഗ്രസിന് കഴിയുമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ ഒളിച്ചോട്ടം, അതായത് യഥാർത്ഥ വിഷയത്തിൽ നിന്നും, വികസന വിഷയങ്ങൾ, അഴിമതി വിഷയങ്ങൾ, സ്വജനപക്ഷപാത വിഷയങ്ങൾ, അതിൽ നിന്നുള്ള ഈ വീണ വിജയനെതിരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ, അതിൽ നിന്നുള്ള ഒളിച്ചോട്ടത്തിന് വേണ്ടി ഇത് ഉപയോഗിക്കുന്നുവെങ്കിൽ അത് തുറന്നു കാട്ടാൻ കോൺഗ്രസിന് കഴിയണം. കഴിഞ്ഞില്ല എങ്കിൽ തീർച്ചയായും നല്ലൊരു പ്രതിപക്ഷമല്ല കോൺഗ്രസ് എന്ന് പറയും. അവർ അർഹിക്കുന്നതുമില്ല. ഭരണം അർഹിക്കുന്നുവെങ്കിൽ യഥാർത്ഥത്തിൽ ഇത് തുറന്നു കാട്ടാൻ കഴിയണം. അവിടെ കോൺഗ്രസ് അതിൻ്റെ DNA-യിൽ മാറ്റം വരുത്തിയാലേ പറ്റൂ. പൊളിറ്റിക്കൽ DNA, പരസ്പരം ചതിക്കുന്ന, വഞ്ചിക്കുന്ന, പാരവയ്ക്കുന്ന, പാലം വലിക്കുന്ന ആ പൊളിറ്റിക്കൽ DNA-യിൽ നിന്നും കോൺഗ്രസ് മാറി ചിന്തിച്ചെങ്കിൽ മാത്രമേ ഒരുപക്ഷെ ഭരണമാറ്റം ഉണ്ടാവൂ. BJP ആണ് ഇനി മറ്റൊരു കാര്യം. ഇതുവരെ സംസാരിക്കാതിരുന്ന ഒരു കക്ഷി BJP ആണ്. BJP കാളയൊക്കെ തയ്യാറാക്കി നിർത്തിയിട്ടുണ്ട്. ഒരു കാള പല രൂപത്തിലാണ്. VD സതീശൻ്റെ വീട്ടിലേക്ക് കാളയുണ്ട്, ഒരുപക്ഷെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വീട്ടിലേക്ക് ഒരു കാള പോകും. ഈ കാള കച്ചവടത്തിനുപരിയായി വിഷയങ്ങൾ, ഇപ്പം ശബരിമലയിലെ വിഷയം കൾച്ചറൽ വിഷയമാണ്.
ശബരിമല ഒരു വലിയ കേന്ദ്രമായി മാറുന്നു. ശബരിമല സംഗമം ഉൾപ്പെടെ LDF ഒരു അജണ്ടയുമായി വരികയാണ്, കൾച്ചറൽ അജണ്ടയുമായി വരികയാണ്. അത് LDFനെയും മറുവശത്ത് BJPയെയും ഇങ്ങനെ മുഖാമുഖം നിർത്തുന്ന ഒരു അജണ്ടയായി വരികയാണ്. ഈ അജണ്ടയുടെ ഇടയിലൂടെ കോൺഗ്രസ് പാർട്ടിക്ക് എത്രത്തോളം ഭരണവിരുദ്ധ വികാരത്തെയും വികസന രാഷ്ട്രീയത്തെയും കൊണ്ടുപോകാൻ പറ്റും? ഈ ചർച്ചയിലേക്ക് കോൺഗ്രസ് ഏകോദര സഹോദരങ്ങളെ പോലെ മുന്നേറി വരാനാണെങ്കിൽ പറ്റും, അല്ല എങ്കിൽ സ്വയം ശവക്കുഴി തോണ്ടുന്ന തിരക്കിലായിരിക്കും. പ്രത്യേകം VD സതീശനാവുമോ കൂടുതൽ MLA-മാരുടെ പിൻബലം, രമേശ് ചെന്നിത്തലയ്ക്കാവുമോ കൂടുതൽ MLA-മാരുടെ പിൻബലം, അതോ വേണുഗോപാലിനാവുമോ? പരസ്പരം ക്യാൻസൽ ഔട്ട് ചെയ്യാൻ ഈ 3 പേരും അവരുടെ അണികളും ശിലബന്ധികളും ശ്രമിച്ചാൽ കോൺഗ്രസിൻ്റെ കാര്യം കട്ടപ്പുക, വീണ്ടും കട്ടപ്പുറത്തിരിക്കാനായിരിക്കണം കോൺഗ്രസിൻ്റെയും UDFൻ്റെയും വിധി. ഇവിടൊക്കെ ഒരു രക്ഷകൻ ഉണ്ട്. കോൺഗ്രസ് പരിധി വിട്ട് പോകുമ്പോൾ ചാട്ടവാറുമായി അങ്ങ് പാണക്കാട്ട് നിന്നും ഒരു കുതിരക്കുളമ്പടി വരും മുസ്ലിം ലീഗ്. അപ്പോൾ എപ്പോഴും കോൺഗ്രസിൻ്റെ ഈ വക ലീലാവിലാസങ്ങളെ ചെക്ക്മേറ്റ് നിർത്തുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് വരുന്ന ചില സമവായ നീക്കങ്ങളാണ്. അത്രയൊന്നും പോകാതിരിക്കട്ടെ. കേരള രാഷ്ട്രീയം ഈ വിഷയത്തിൽ നിന്നും എത്രയും പെട്ടെന്ന് മാറി ശരിയായ വികസന വിഷയത്തിലേക്ക് വരട്ടെ. അതിനിടയിൽ നേട്ടവും കോട്ടവും ഉണ്ടാക്കിയ ആളുകളാരെ എന്നതിന് സൂചന പ്രേക്ഷകർക്ക് ഇപ്പോൾ ഒരു പരിധിവരെ ഈ ഒരു പ്രത്യേക ഞാനൊരു അനാലിസിസ് പറഞ്ഞു എന്നേ ഉള്ളൂ, വിരുദ്ധമായ അഭിപ്രായം കണ്ടേക്കാം. അങ്ങനെയല്ല ഷാഫി പറമ്പിലല്ല നേട്ടമുണ്ടാക്കിയത് എന്ന് ചിന്തിക്കുന്നവരുണ്ടാകും, സ്വാഭാവികം. ഏതായാലും നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ വരുന്നത് ഓരോ വ്യക്തികൾക്കാണ്, പാർട്ടിക്കല്ല. അതുകൊണ്ട് പാർട്ടി ചെയ്യേണ്ടുന്ന ചില തീരുമാനങ്ങളുണ്ട്, ചില കാര്യങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിനെ മുൻനിർത്തിക്കൊണ്ട് എന്തൊക്കെയാണ് കേരള സംസ്ഥാനത്ത് ഭരണ നേട്ടങ്ങളുണ്ടായത്, കോട്ടങ്ങളുണ്ടായത്, അതിലേക്ക് ചർച്ചകൾ പോകട്ടെ. പെൺവിഷയം പിന്നീടാകാം.